സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊരു അമലാണ്. ജീവിതത്തിൽ മനുഷ്യൻ ചെയ്യുന്ന വലിയ സൽക്കർമ്മമാണ് വിവാഹം എന്ന് പറയുന്നത്. അതുകൊണ്ടാ നിക്കാഹിന്റെ ഖുത്ബയിൽ നമ്മളെ ഉസ്താദുമാര് ചിലര് ഹദീസ് ഓതിയിട്ട് നമ്മളോട് പറയും, ഫഖദ് അഹറസ ഫീ സുലുസൈ ദീനി, അവന്റെ ദീനിന്റെ മൂന്നിലൊരു ഭാഗം പൂർത്തീകരിക്കാൻ അത് കാരണമായി എന്ന് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ദീനിന്റെ മൂന്നിലൊരു ഭാഗം. അപ്പൊ എത്രയാ അതിന്റെ ബഹുമാനം നിങ്ങൾ ആലോചിച്ച് നോക്ക്. ദീനിന്റെ മൂന്നിലൊരു ഭാഗം പൂർത്തീകരിക്കാൻ, അല്ലെങ്കിൽ അതിന്റെ സൂക്ഷ്മതയുണ്ടാകാൻ ആ ഒരൊറ്റ കർമ്മം കാരണമായി പോയി എന്നാ പറയുന്നത്. എത്രയാ അതിന്റെ ബഹുമാനം. ആ വൈവാഹിക ജീവിതത്തെ കൊണ്ടുപോയി, ഓ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരായ വഅദ് കേൾക്കുന്ന കൂട്ടുകാരെ, ന്യൂ ജനറേഷനിലെ പ്രിയപ്പെട്ട ഉമ്മമാരെ, പെങ്ങന്മാരെ, ആ വൈവാഹിക ജീവിതത്തെ തുടങ്ങാൻ വേണ്ടി നമ്മൾ സെലക്ട് ചെയ്യുന്നത് എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്താണോ? നബി തങ്ങളുടെ സുന്നത്ത് പകർന്നതേ പൊറുക്ക പിടിക്കണം എന്നുള്ള ചിന്തയാണോ? ആ നിലക്കുള്ള പ്രവർത്തനങ്ങളാകണം എന്റെ ജീവിതത്തിലെ നിക്കാഹിന്റെ വഴികളിലേക്ക് ഞാൻ കടക്കണം എന്ന സമയത്ത് ചിന്തിക്കുന്ന എത്ര വിവാഹങ്ങൾ നമ്മുടെ നാടുകളിൽ ഇന്നുണ്ട്. എത്ര വിവാഹങ്ങൾ നമുക്ക് എണ്ണി പറയാനുണ്ട്. ഈ നടക്കുന്ന വിവാഹങ്ങളിലൊക്കെയും ലജ്ജയോടെ മുസ്ലിമായി ജീവിക്കണം എന്ന് ചിന്തിക്കുന്നവൻ തലതാഴ്ത്തി പോവുകയാണ്. ഈമാനോടെ ജീവിച്ച് തഖ്വയോടെ മരിച്ച് ജീവിച്ച് മരിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു മുസ്ലിം, എന്റെ മകളെ അല്ലെങ്കിൽ എന്റെ ഭാര്യനെ, എന്റെ ഉമ്മനെ ഞാൻ കല്യാണ വീട്ടിലേക്ക് ഇങ്ങനെ അയക്കൂല. എന്തുകൊണ്ട് അയക്കൂല? അവിടെ ചെന്നാൽ ദീനിയായ ചിട്ടകളും ദീനീയ പ്രവർത്തനങ്ങളും പലപ്പോഴും മറന്നുപോകാൻ അവരുടെ പല പ്രവർത്തനങ്ങളും കാരണമാകുന്നു എന്നതിന്റെ പേരില് ക്ഷണിച്ചു വരുത്തിയ കല്യാണ വീടുകൾക്ക് ഉത്തരം ചെയ്യാൻ ഈമാനുള്ള ഉമ്മമാരും ബാപ്പമാരും ഭയപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്ക്. അള്ളാനെ ഭയപ്പെടുന്ന ഒരു പതേ ഉസ്താദുമാർ, അള്ളാനെ ഭയപ്പെടുന്ന സയ്യിദന്മാർ, അവര് വിവാഹത്തിന്റെ വേദികളിലേക്ക് സ്റ്റേജിൽ വന്നിരിക്കുമ്പോ ഹറാമായ നിലക്കുള്ള പ്രദർശനങ്ങള് യാതൊമില്ല. കാണേണ്ട ഗതികേടുകൾ എവിടെ ഉണ്ടായി ഞാൻ പറയുന്നത്. ഏതോ ആ മുസ്ലിമിന്റെ വീട്ടിലെ കഥയല്ല പറയുന്നത്. ഏതോ വിശ്വാസമില്ലാത്ത വേറെ ഏതോ മതക്കാരന്റെ കഥയല്ല പറയുന്നത്. നമ്മളെ പള്ളിയിലെ ഉസ്താദുമാര് ലജ്ജിച്ച് തലതാഴ്ത്തി പോവുകയാണ്. പടച്ച റബ്ബേ, ഞാൻ ഇതെങ്ങനെയാണ് ഇയാളെ ബോധ്യപ്പെടുത്തേണ്ടത്, ഇതെങ്ങനെയാ പറഞ്ഞു കൊടുക്കേണ്ടത്? കാരണം എല്ലാ വഅദുകളിലും, എല്ലാ ഉപദേശങ്ങളിലും, എല്ലാ നിർദ്ദേശങ്ങളിലും, എല്ലാ സ്ഥലങ്ങളിലും നമ്മുടെ വിവാഹങ്ങൾ എങ്ങനെയാകണം എന്നതിനെ കുറിച്ച് പറയാത്ത പള്ളികളില്ല, പറയാത്ത വേദികളില്ല, പറയാത്ത സദസ്സുകളില്ല. ഓ എന്റെ കൂട്ടുകാരനായ ചെറുപ്പക്കാരെ, വിവാഹത്തിന്റെ ദിവസം പുതിയാപ്പിളയുടെ ഹൃദയത്തിൽ സന്തോഷത്തിന് പകരം കിടകിടാ വിറക്കുകയാണ്. എന്തിനാ പുതിയാപ്പിളയുടെ ഹൃദയം വിറക്കുന്നത് എന്നറിയോ? എന്റെ കൂട്ടുകാർ എനിക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന കെണിവല എന്താണെന്ന് ഭയപ്പെട്ടതിന്റെ പേരില് ഏത് ദിവസാ നീ കാട്ടിക്കൂട്ടല് ചെയ്യുന്നത് എന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ ജീവിതത്തിൽ ഞാൻ നിങ്ങൾക്ക് നൽകിയ ഏറ്റവും വലിയ ചര്യയാണ് വിവാഹം എന്ന് പഠിപ്പിച്ചിട്ട്, യാ മഅ്ശറ ശബാബ്, യുവാക്കളെ നിങ്ങൾ വിവാഹം കഴിക്കണം എന്ന് പ്രോത്സാഹിപ്പിച്ച വലിയൊരു അമല്, നിസ്കാരം പോലെയുള്ള ഒരു അമല്, നോമ്പ് പോലെയുള്ള ഒരു അമല്, നമ്മളെ ജീവിതത്തിൽ നമ്മൾ കൊടുക്കുന്ന സക്കാത്ത് പോലെയുള്ള ഒരു അമല്, അതുപോലെ പറയാനുള്ള ഒരു അമല് ചിലപ്പോൾ ഇസ്ലാം കാര്യത്തിൽ എണ്ണിയിട്ടുണ്ടാകില്ല. അതേ സ്ഥാനത്ത് അത്രയും ബഹുമതിയുള്ള അമലാണെന്ന വിഷയത്തിൽ തർക്കമില്ലാത്തൊരു അമല്. ആ ഒരു അമലിനെ എങ്ങനെയാ നമ്മൾ കൊണ്ടുപോയി നശിപ്പിച്ചു കളയുന്നത്? എങ്ങനെയാ നമ്മൾ അതിനെ മോശമാക്കി കളയുന്നത്? എങ്ങനെയാ അതിനെ വികൃതമാക്കി കളയുന്നത്? നമ്മുടെ ചിന്താഗതികളുടെ പേരില്, നമ്മുടെ ആലോചനകളുടെ പേരില്. എങ്ങനെയുള്ള ആലോചനകള്? ആവശ്യമില്ലാത്ത ചിന്താഗതിയുടെ പേരിൽ സന്തോഷത്തിന് പകരം പടച്ച റബ്ബേ എന്റെ കൂട്ടുകാരൻ എനിക്ക് പണി തരുമോ എന്ന് ഭയപ്പെട്ടിട്ട് വീട്ടിന്റെ അറകളിൽ നിന്ന് പുറത്തേക്കിറങ്ങാൻ ഭയപ്പെടുന്ന പുതിയാപ്പിളയായി. കല്യാണ വീട്ടിലെ പുതിയാപ്പിളമാരുടെ മനസ്സിന്റെ ഇടങ്ങളിലെ സമാധാനം നഷ്ടപ്പെടുത്തിയപ്പോൾ വീട്ടിലതാ പ്രായം ചെന്ന ഉപ്പമാറ് പറഞ്ഞിട്ട് കേൾക്കാത്ത കുട്ടികളായി ന്യൂ ജനറേഷനിലെ നമ്മളെ കൂട്ടുകാര് മാറിപ്പോയപ്പോൾ കല്യാണത്തിന്റെ സമാധാനം നഷ്ടപ്പെടുന്ന വിധത്തിലേക്ക് മനുഷ്യന്റെ ചിന്താഗതി മാറിപ്പോയി. അതിന്റെ ഭാഗമാണ് പുരുഷൻ പെട്ടെന്ന് പെണ്ണാകുമോ എന്ന് ഭാര്യ പേടിക്കണം, അല്ലെ? ഇപ്പോഴത്തെ അവസ്ഥയാണ് പറയുന്നത്. ഭാര്യ ഭയപ്പെടുകയാണ്. എന്ത് പഠിച്ചോനെ, എന്റെ ഭർത്താവ് നാളെ മുതൽ ഞാൻ പെണ്ണാണെന്ന് പ്രഖ്യാപിച്ചാലോ, അല്ലെ? ഞാനിനി ഹോർമോൺ കുത്തിയിട്ട് പെണ്ണാകാൻ പോവാണ്.
നിന്റെ ശരീരത്തിന്റെ രൂപവും ഭാവമൊക്കെ ഇനി എനിക്കാ ഉണ്ടാകുക. നീ എന്റെ കൂടെ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ പുരുഷന്റെ ഹോർമോൺ കുത്തിക്കോന്ന് പെണ്ണ് പറയുമോന്ന്, അതുപോലെ തിരിച്ച് പുരുഷൻ പെണ്ണിനോട് നീ പുരുഷന്റെ കുത്തിക്കോന്ന് തിരിച്ചു പറയുമോന്ന്, പെണ്ണിനോട് തിരിച്ചും പറയുമോന്ന് ഭയപ്പെടുന്ന ഒരു കാലഘട്ടം എന്തുകൊണ്ടുണ്ടായി? വയല് കേൾക്കുന്ന വിശ്വാസികളെ നമ്മളാണ് നമ്മളെ വിശ്വാസത്തെ നഷ്ടപ്പെടുത്തുന്നത്. എന്തിലധികം പറയാനാണ്? നല്ല തൊപ്പി ധരിച്ച ആചാരാണ്, നല്ല ഞെരിയാണിക്ക് മേലെ മുണ്ടെടുക്കുന്ന ആചാരാണ്, കണ്ടാ നല്ല മുത്തദയ്യനാണ്, കൃത്യമായി പള്ളിയിൽ ജമാഅത്തിന് വരുന്ന ആളാണ്, നാട്ടുകാരുകൾക്കിടയിൽ നല്ല ദീനീ ചിട്ടയോടെ ജീവിക്കുന്ന ആചാരാണ്. അവരെ വീട്ടിലും കല്യാണത്തിന്റെ ദിവസം നോക്കുമ്പോൾ നാട്ടിലെ പ്രമുഖന്മാരായ ഉസ്താദുമാരുണ്ട്, കേരളത്തിലെ പ്രമുഖന്മാരായ തങ്ങന്മാരുണ്ട്, പ്രമുഖന്മാരായ പ്രഭാഷകന്മാരുണ്ട്. അവരൊക്കെ അങ്ങ് ഇറങ്ങിക്കഴിഞ്ഞാലോ പിന്നെ സ്റ്റേജിൽ നടക്കുന്ന കർമ്മങ്ങൾ എന്താണ്? നമ്മളറിയാതെ നമ്മളെ ജീവിതത്തിൽ അല്ലാഹു തന്നിരിക്കുന്ന സുഖങ്ങളും സന്തോഷങ്ങളും സമാധാനങ്ങളും നമുക്ക് അല്ലാഹു പതുക്കെ പതുക്കെ അധികരിപ്പിച്ചു തന്നപ്പോൾ നമ്മൾ എവിടെയോ റബ്ബിനെ മറക്കാൻ തുടങ്ങി, എവിടെയോ റബ്ബിനെ മറക്കുന്ന ജീവിതം സ്റ്റാർട്ട് ചെയ്തു പോയി. റബ്ബ് നമ്മളെ നന്നാക്കി തരട്ടെ. ഇങ്ങനെയായപ്പോൾ നമ്മുടെ നാടുകളിലും ഇത്തരം അവസ്ഥ തുടങ്ങിപ്പോയി. നമ്മളെ നാടുകളിലും ഇത്തരം വാക്കുകൾ കേൾക്കാനുള്ള ഇടയായി പോയി. എവിടെ പോയാലും ഇപ്പൊ പറയാനുള്ളത് എന്താണ്? നല്ല പെണ്ണിട്ടാനില്ല ഉസ്താദെ. ഇപ്പോഴുള്ള ചെറുപ്പക്കാർക്ക് പറയാനുള്ള വിഷമാണ് അല്ലേ ഉസ്താദെ? എന്നോട് പറയില്ലേ? ഉസ്താദിനോടും പറയല്ലേ, എന്നോട് മാത്രല്ല. എല്ലാ നാട്ടിലും പോയാൽ ഇപ്പൊ ചെറുപ്പക്കാർക്ക് പറയാനുള്ള കംപ്ലൈന്റ് എന്താ? പെണ്ണിട്ടാനില്ല ഉസ്താദെ. എന്നാ പെണ്ണുങ്ങളെ പെൺകുട്ടികളുടെ ബാപ്പമാർക്ക് പറയാനുള്ളതോ നല്ല പുതിയാപ്പിളിനെ കിട്ടുന്നില്ല ഉസ്താദേ. പിന്നെ ഇവര് തമ്മിൽ പറഞ്ഞ് സങ്കടാങ്ങ് തീർത്താ സംഗതി തീരൂലേ എന്ന് എനിക്കിങ്ങനെ തോന്നും. ചിലപ്പോ ഒരാൾ പറഞ്ഞങ്ങ് പോയതേ ഉണ്ടാവുള്ളൂ, ഇതാ നല്ല പുതിയാപ്പിള വേണം ഉസ്താദെ. അത് കഴിഞ്ഞ് 10 ടൈം ഉണ്ടാവും വേറെ ആൾ വന്നിട്ട് നല്ല പുതിയുണ്ട് വേണം ഉസ്താദെ. എല്ലാവർക്കും പറയാനുള്ളത് തന്നെ. എന്നാ രണ്ടാളും അങ്ങ് ഒത്താ പോരെ, ഒക്കുന്നില്ല. എന്തുകൊണ്ട് ഒക്കുന്നില്ല? ഭർത്താവിനെ സ്വീകരിക്കാൻ അല്ലെങ്കിൽ ഒരു പുതിയാപ്പിളിനെ സ്വീകരിക്കാൻ ഈ ബാപ്പയുടെ മനസ്സ് അന്വേഷിച്ചു നോക്കുമ്പോൾ അന്വേഷണത്തിലൊരു തകരാറുമില്ല. പക്ഷേ തികഞ്ഞു എന്ന് പറയാൻ ധൈര്യത്തോടെ പറയാൻ കിട്ടുന്ന കുട്ടികളില്ല. അത് ആണിന്റെ കൂട്ടത്തിലും പെണ്ണിന്റെ കൂട്ടത്തിലും ഇല്ല, ചുരുങ്ങിപ്പോയി. ഇപ്പൊ കുറെ ആളുകളുണ്ടല്ലോ, ഞങ്ങൾ ന്യൂ ജനറേഷനാണ് എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് വരുന്ന ആളുകളുണ്ടല്ലോ. ഇപ്പോഴത്തെ പുതിയ ജനറേഷനായിട്ട് ഞങ്ങൾ ഭയങ്കര സംഭവമാണെന്ന് വിചാരിച്ച് ജീവിക്കുന്ന, അല്ലെങ്കിൽ ജീവിതം ഇങ്ങനെ തുടങ്ങിയിട്ടേ ഉണ്ടാവുള്ളൂ. അവർക്ക് ഇങ്ങനെ തോന്നുകയാണ് ചിറകി വിരിക്കുമ്പോ പഴയകാലം പോലെയൊന്നല്ല, ഞങ്ങൾ ഭയങ്കര ജിമ്മന്മാരാണ് അല്ലെ, ഞങ്ങൾ പഴയകാലം പോലെയൊന്നല്ല, ഞങ്ങൾ ഭയങ്കര ജോറന്മാരാണ്, ഞങ്ങൾ ഭയങ്കരന്മാരാണ്, ടെക്നോളജിയുടെ ലോകത്ത് ജീവിക്കുന്നവരാ ഞങ്ങളെ ഉപ്പാപ്പമാരൊക്കെ പോയ ഓൾഡ് ജനറേഷനാ, തന്തവൈപന്മാരാ. ഞങ്ങൾ അങ്ങനെയൊന്നല്ല, ഞങ്ങൾ പുതിയ ജനറേഷനാണ്, ന്യൂ ജനറേഷനാണ് എന്നൊക്കെ പറഞ്ഞു വരുന്ന പുതിയ ജനറേഷൻ ഉണ്ടല്ലോ. നിങ്ങൾക്ക് ഈ IT യുഗവും ഇന്റർനെറ്റ് ലോകവും പുരോഗമിച്ചതിന്റെ പേരിൽ ഈ ലോകത്ത് സമ്മാനിച്ചു വെച്ച സമ്മാനമാണ് വിവാഹപ്രായമെത്തുമ്പോൾ അനുഭവിക്കാനുള്ളതാ ഞാൻ പറയുന്നത്. പഴയ കാലം പോലെയല്ല. എത്ര ആളുകൾ എന്റെ സദസ്സിലുണ്ട്, ഞാൻ വെറുതെ പറയണോ? ഈ ഇരിക്കുന്ന ഉപ്പാപ്പമാരോട് മുഴുവനും ചോദിച്ചു നോക്ക, പഴയകാലം പോലെയാണോ ഇപ്പോ? പുതിയാപ്പിളിനെ കിട്ടാത്തതിന്റെ പേരിൽ വിഷമിക്കുന്ന ആളുകൾ അധികരിച്ചില്ല എന്ന് പറയാൻ ചിലപ്പോ സദസ്സെന്ന് പറയൂല. കാരണം സദസ്സെന്ന് പറഞ്ഞാൽ ഉള്ളതും ഇല്ലാണ്ടായി പോകുന്നുള്ള പേടിയാണ്. എനിക്കും കിട്ടാത്ത പ്രയാസമുണ്ട് എന്ന് പറഞ്ഞാൽ പഠിച്ചോനെ എനിക്കും പുതിയാപ്പിളിനെ കിട്ടിയില്ല എന്നുള്ള ധാരണ വന്നാൽ പിന്നെ തീരെ പുതിയാപ്പിളിനെ കിട്ടൂല. അതുകൊണ്ട് ഞാൻ പറയാനില്ല എന്ന് വിചാരിച്ച് മിണ്ടാതിരിക്കുന്നുണ്ടാകാം. അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ധാർമ്മികതയിൽ നിന്ന് മനുഷ്യൻ അകന്നുപോയി. ന്യൂ ജനറേഷൻ ഭൗതികമായി ഒരുപാട് ഉന്നതികളെ തേടിപ്പിടിച്ചു എന്ന് പറഞ്ഞ് അവകാശവാദങ്ങൾ ഉന്നയിക്കുമ്പോ അവർ ചിന്തിക്കാനാണ് ഞാൻ പറയുന്നത്. ഇന്ന് അവർക്ക് വിവാഹം കഴിക്കാനുള്ള പെണ്ണിനെ കിട്ടാൻ പ്രയാസപ്പെടുന്നു എന്നാണ് അനുഭവങ്ങൾ സാക്ഷിയാക്കുന്നത്. എന്തിലധികം പറയാനാണ്? വൈവാഹിക ജീവിതം ഇന്നത്തെ പഴയകാലം പോലെയല്ല. വൈവാഹിക ജീവിതത്തിൽ സന്തോഷങ്ങൾ കുറഞ്ഞു പോയതിന്റെ പേരിൽ ത്വലാഖുകൾ അധികരിക്കുകയാണ്. എവിടെ പോയാലും ത്വലാഖിന്റെ കഥ പറഞ്ഞ് ദുആ കൊണ്ട് പറയുന്ന എത്ര ചെറുപ്പക്കാരാണ്. അല്ലാഹു നമുക്കൊക്കെയും നല്ല കുടുംബജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്തേ എന്നുണ്ടോ കുടുംബജീവിതം കൊണ്ട് ആമീൻ പറയാൻ ഒരു പേടി? അല്ലാഹു